എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം? ആമേൻ. നമുക്ക് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 19-ാമത്തെ വാക്യം. വെളിപ്പാട് 11:19. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും എക്സെട്ര ഭൂകമ്പവും ഉണ്ടായി. എത്ര പേർക്ക് പെട്ടകത്തെ കുറിച്ച് അറിയാം? യഹോവയുടെ പെട്ടകം അറിയാവുന്നവരൊന്ന് കരം ഉയർത്തിയാട്ടോ. കേട്ടിട്ടുണ്ടോ? എന്താണ് യഹോവയുടെ പെട്ടകം? ഒന്ന്, സ്വർഗത്തിലെ ദേവാലയം തുറന്നു. അവിടെ നിന്ന് ടിക്ക് ചെയ്യുകയോ അണ്ടർലൈൻ ചെയ്താൽ നല്ലതായിരിക്കും. സ്വർഗത്തിലെ ദേവാലയം എന്ത് ചെയ്തു? തുറന്നു. അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. ഈ നിയമപ്പെട്ടകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഈ പുതിയ നിയമത്തിൽ നിയമപ്പെട്ടകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിയമപ്പെട്ടകം യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷത്തോടെ കൈ ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താണ്. യഹോവയുടെ പെട്ടകം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും സെന്റർ പോയിന്റ് ആയിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരുടെ സൈനിക ബലമല്ല അവർക്ക് ബലം. അവർ പണിതിരിക്കുന്ന വലിയ ദേവാലയമല്ല ഏറ്റവും വലുത്. അവിടെ ഉള്ളതിൽ ഏറ്റവും വിലപിടിപ്പുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അവർക്ക് ആലയത്തിന്റെ അകത്ത് അതിവിശുദ്ധ സ്ഥലത്ത് വെക്കുന്ന യഹോവയുടെ നിയമപ്പെട്ടകമാണ്. 2 കരൂബുക്കളുണ്ട്. അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം അവരോട് സംസാരിക്കും. ഇത് ഉണ്ടാക്കിയത് ബെസലേല. ബെസലേലിന് ദിവ്യമായ ജ്ഞാനം കൊടുത്തു, ബുദ്ധി കൊടുത്തു, അറിവ് കൊടുത്തു, സാമർത്ഥ്യം കൊടുത്തു. അങ്ങനെ സ്വത്രം ദൈവം കൊടുത്ത പ്രമാണമനുസരിച്ച് പെട്ടകം പണിതു. ആ പെട്ടകം 2 കരൂബുക്കളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം അവരോട് സംസാരിക്കും. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യെരമ്യാവിന്റെ കാലത്ത് നെബൂഖദ്നേസർ രാജാവ് വന്നു. ദാനിയേൽ പ്രവചന്റെ പുസ്തകം 1-ാം അധ്യായം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ദാനിയേൽ അതിൻ്റെ അകത്ത് വായിക്കുന്നത് നെബൂഖദ്നേസർ രാജാവ് വന്ന് ആലയം ബന്ദ് ചെയ്തു, അടച്ചുപൂട്ടി. അതിനകത്തിരിക്കുന്ന ഉപകരണങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയി. ആ സമയത്ത് യെരമ്യാ പ്രവാചകൻ ഈ യഹോവയുടെ പെട്ടകം ആർക്കും അറിയാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു എന്നാണ് അവര് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇതിന്റെ ഒരു മുഖവര ഞാനൊന്ന് പറയുക. ഇതിന്റെ അകത്തോടെ ദൈവം നിങ്ങളോട് സംസാരിക്കും. ഈ പെട്ടകത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ പകരും. ഹല്ലേലൂയ. പെട്ടകം ഇറങ്ങിയിട്ടുണ്ടോ അത് അതിന്റെ പ്രവൃത്തി തികയ്ക്കാതെ പോകത്തില്ല. വെളിപ്പാട് പുസ്തകത്തിന്റെ അകത്ത് സ്വർഗം തുറന്ന ആലയത്തിൽ ആ പെട്ടകം ഉണ്ടെങ്കിൽ ഇന്നും ആ പെട്ടകത്തിന്റെ നിയമം ദൈവം നിന്നോട് ചെയ്തിരിക്കും. ഇന്നും ഇസ്രായേൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് ബെസലേൽ മോശയുടെ കാലത്തുണ്ടാക്കിയ പെട്ടകം അവരന്വേഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യോഹന്നാൻ ഇതാ സ്വർഗം തുറന്ന് ദൈവത്തിന്റെ ആലയം തുറന്ന് അതിൻ്റെ അകത്ത് പെട്ടകം ഇരിക്കുന്നത് കണ്ടത്. ഇന്ന് പെട്ടകം ആർക്കും അറിയത്തില്ല എവിടെയാണെന്ന്. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്നു, യോഹന്നാൻ കണ്ടു, അതുകൊണ്ട് അവിടെ യഹോവയുടെ പെട്ടകം ഇരിപ്പുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് കൈ ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. യഹോവയുടെ പെട്ടകം ഒബേദ് ഏദോമിന്റെ ഭവനത്തിൽ വന്നത് ബൈബിളിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഒബേദ് ഏദോമിന്റെ ഭവനത്തിന്റെ അകത്ത് യഹോവയുടെ പെട്ടകം വന്ന് 90 ദിവസം കയറിയിരുന്നു.
ദൈവവചനം പറയുന്നു, അവനെയും അവനുള്ള സകലത്തെയും അവന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചു. ഈ പെട്ടകം വീട്ടിലോട്ട് കയറിയപ്പോൾ വെറും 3 മാസം കൊണ്ട് അവന്റെ സ്ഥിതി ദൈവം മാറ്റി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ചിലത് ഇവിടെ സംഭവിക്കാൻ പോവുക. നീ വെറുതെ പോകത്തില്ല. ഇന്ന് പെട്ടകത്തിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യവുമായി 2 ശമൂവേൽ 6-ാം അധ്യായത്തിന്റെ അകത്ത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, ഒന്നും എടുക്കണ്ട, ഞാൻ പ്രസംഗിച്ചു പോയിക്കോളാം. ഹല്ലേലൂയ. ഈ ഒബേദ് ഏദോമിന്റെ ഭവനത്തിന്റെ അകത്തോട്ട് ഈ പെട്ടകം ഒന്ന് എടുത്തു വെച്ചു. അവന്റെ കുടുംബം അനുഗ്രഹിച്ചു. അവനെ ദൈവം അനുഗ്രഹിച്ചു, അവന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു, അവനുള്ള സകലത്തെയും ദൈവം അനുഗ്രഹിച്ചു. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? പെട്ടകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാ. ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നീ കൊണ്ടുപോയാൽ, ദൈവ സാന്നിധ്യം നിന്റെ കൂടെ വന്നാൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ദേവാലയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഈ സാന്നിധ്യമാണ് നിന്നെ അനുഗ്രഹിക്കുന്നത്. പറയുന്ന ദൂത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? 1 ദിനവൃത്താന്ത പുസ്തകം 13-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിനകത്ത്, ശൗലിന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ ദാവീദിന് മുമ്പായിരുന്ന രാജാവിന്റെ കാലത്ത് യഹോവയുടെ പെട്ടകത്തെ കുറിച്ച് അന്വേഷിച്ചിട്ടേയില്ല. ആ കാലത്ത് അത് ഗണ്യമാക്കിയില്ല. ശൗലിന് അത് വേണ്ട. ശൗലിന് കിരീടം മതി, രാജകീയ സ്ഥാനം മതി, പൊസിഷൻ മതി. സ്തോത്രം, യഹോവയുടെ സാന്നിധ്യം വേണ്ട. പക്ഷേ യഹോവയുടെ ഹൃദയപ്രകാരമുള്ള സ്തോത്രം ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. ദാവീദ് വന്നപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അബീനാദാബിന്റെ ഭവനത്തിന്റെ അകത്ത് 20 വർഷം കൊണ്ടിരുന്ന പെട്ടകം മടക്കിക്കൊണ്ടുവരാൻ ഓർഡർ ഇട്ടു. ഇന്ന് ദൈവ സാന്നിധ്യം ഇല്ലാതെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാട്ട്, ശൗലിന്റെ കാലത്ത് ആലയമുണ്ട്, ആരാധനയുണ്ട്, പുരോഹിതന്മാരുണ്ട്, പക്ഷെ അതിനകത്ത് എന്തോ ഇല്ല? പെട്ടകമില്ല, ദൈവ സാന്നിധ്യമില്ല. എല്ലാ കിത്താപ്പിടിയുമുണ്ട്, പക്ഷെ ദൈവ സാന്നിധ്യമില്ല. ഹല്ലേലൂയ. പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പുരോഹിതന്മാരുണ്ട്, യാഗം നടക്കുന്നുണ്ട്, അതിവിശുദ്ധ സ്ഥലം ശൂന്യമായിട്ട് കിടക്കുക. ഇന്നും ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആലയത്തിന്റെ അകത്ത് സകല സാധനങ്ങളും സകല ഓർക്കസ്ട്രയുമുണ്ട്, പക്ഷെ എന്തോ ഇല്ല? ദൈവത്തിന്റെ സാന്നിധ്യമില്ല. ദൈവ സാന്നിധ്യമുള്ള സ്ഥലം. യാക്കോബ് പറഞ്ഞു, അത് വെറുതെ കിടക്കുവാണെങ്കിലും അവിടെ ആലയമൊന്നുമില്ല. യാക്കോബ് അവിടെ വന്ന് കിടക്കുക. നേരം പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയങ്കരം, യഹോവ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. കർത്താവില്ലാത്ത സ്ഥലത്ത് എത്ര ഗോപുരമുണ്ടെങ്കിലും അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഒന്നുമില്ലെങ്കിലും എന്റെ ദൈവമുണ്ടോ, അവിടെ ഞാനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ദൈവ സാന്നിധ്യമില്ലാത്ത ആരാധനയിൽ ഞാൻ മിഡിൽ ഈസ്റ്റിലൊക്കെ ചെല്ലുമ്പോ അവിടുത്തെ വലിയ പ്രഭുക്കന്മാരൊക്കെ വരും, നിസ്കരിക്കാൻ വരുന്നതാ. അവിടുത്തെ പള്ളിയിൽ വരുന്നതാ. വലിയ വലിയ ആൾക്കാർ വരും. അവരൊക്കെ വരുമ്പോൾ സ്പെഷ്യൽ സ്ക്വാഡുമായിട്ടാണ് വരുന്നത്. പക്ഷെ അവര് വെള്ളിയാഴ്ച ആരാധിക്കാൻ വരും. അവരവിടെ സ്വത്രം പുറത്ത് അവിടെ അകത്ത് കയറി നിസ്കരിക്കാനായിട്ട് വരുന്ന. ഇതുപോലെ തന്നെ ശൗലി ചെല്ലുമ്പോൾ വലിയൊരു സന്നാഹമായിട്ടാണ് ചെല്ലുന്നത്. പക്ഷെ ചെല്ലുമ്പോൾ അവിടെ രാജാവ് ചെന്നെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ദൈവ ആത്മാവില്ല, ദൈവ സാന്നിധ്യമില്ല. ദാവീദ് പക്ഷെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായതുകൊണ്ട് പാട്ട് നല്ലതാ, പക്ഷെ അതിനകത്ത് സാന്നിധ്യമില്ലെങ്കിൽ ഒരു ഗുണവുമില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഗിത്താർ നല്ലതാ, പക്ഷെ അതിനകത്ത് സാന്നിധ്യമില്ലെങ്കിൽ ഒരു ഗുണവുമില്ല. ഓർഗൻ നല്ലതാ, ഡ്രം നല്ലതാ, ഫ്ലൂട്ട് നല്ലതാ, പക്ഷെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ആരാധിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ. ദാവീദ് അന്നേരം യഹോവയുടെ പെട്ടകം കൊണ്ടുവന്ന് ആലയത്തിന്റെ അകത്ത് കൊണ്ടുവെക്കാനായിട്ട് തീരുമാനമായി. അതാണ് 2 ശമൂവേൽ 6-ാം അധ്യായം 3000 വിരുദ്ധന്മാരുമായിട്ട്
സ്വത്രം ആലയത്തിലേക്ക് ചെന്നു. സ്വത്രം അഭിനാദാവിന്റെ ഭവനത്തിലേക്ക് ചെന്നു. എന്തിനാ? പെട്ടകം എടുത്തോണ്ട് വരാൻ. ഞാനിത് പ്രസംഗിക്കുന്നത് സ്വത്രം എനിക്കൊരു ഉണർവ് ഉണ്ടാക്കാനല്ല, ഇത് കേൾക്കുമ്പോൾ തന്നെ ഉണർവുണ്ടായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. പെട്ടകം എടുക്കാനായിട്ട് 2 ശമൂവേൽ 6-ാം അധ്യായത്തിന്റെ അകത്ത് എത്ര ബിരുദന്മാരാ ചെന്നത്? ആ 3000 ബിരുദന്മാരുമായിട്ടാണ് ചെന്നത്. പെട്ടകമെടുത്തൊരു പുതിയ കാളവണ്ടിയിൽ കയറ്റി വെച്ചു. മുമ്പോട്ട് ചെന്നപ്പോഴത്തേക്ക് കാള വിരണ്ടു. നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞതിനെ കാള ആത്മാവിലായെന്ന് പറഞ്ഞു. പക്ഷെ കാള എന്ത് ചെയ്തെന്നറിയാവോ? വരണ്ടു. കാളവണ്ടി ചരിഞ്ഞു. പെട്ടകം നിരങ്ങാൻ തുടങ്ങി. ആര് കയറി പിടിച്ചു? ഉറച്ചു പറ. ആര് കയറി പിടിച്ചു? ഉസ കയറി പിടിച്ചു. പിടിച്ചത് ശരിയോ തെറ്റോ? നിങ്ങൾ പറ. നിയമപ്പെട്ടകം താഴോട്ട് വീഴാൻ പോവുക. ഞാൻ വചനോ പ്രസംഗിക്കുന്നേ. നിങ്ങൾ ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ അകത്തോട്ട് വരണം. പിടിച്ചത് ശരിയോ തെറ്റോ? വീഴാൻ പോയ സാധനമോ കയറി പിടിച്ചത്. പക്ഷെ കർത്താവ് നോക്കിയപ്പോൾ പ്രമാണമില്ലാതെ അകത്തെ കയറി തൊടാൻ അനുവാദമില്ല. ഉസ ഷോക്കടിക്കുന്നത് പോലെ അവിടെ നിന്നു. അവിടെ തന്നെ വീണു. ഇത് കണ്ടപ്പം ദാവീദ് വരണ്ടു. കാള മാത്രമല്ല വരേണ്ടത്, ദാവീദ് വരണ്ടു. കൂടെ നിൽക്കുന്നവർ വരണ്ടു. എല്ലാവരും ഭയന്നുപോയി. 6-ാം അധ്യായത്തിന്റെ അകത്തുണ്ട്. എല്ലാവരും ഭയന്നുപോയി. ഇനി ഈ പെട്ടകം എന്തു ചെയ്യും? അങ്ങോട്ട് ദാവീദിന്റെ നഗരത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റൂ? ഇത് എവിടെ കൊണ്ടുവെക്കും? ഇതെന്തോ ചെയ്യും? എല്ലാവരുടെയും വീടിന്റെ വാതിലുകൾ മുഴുവനും അടച്ചു. ജനലും അടച്ചു. ചെല്ലുണ്ട്, ജനലും അടച്ചു വെന്റിലേറ്ററിൽ കൂടെ നോക്കും. വാതിലെല്ലാം അടച്ചു. അന്നേരം ഒരു പാവപ്പെട്ടവൻ അവിടെ ഉണ്ട്. അവന്റെ പേര് ഒബേദ് ഏദോം എന്ന ഒരു കൊച്ചു വീടാണ്. ജോസഫസ് പറയുന്നത് അദ്ദേഹം ഒരു ദരിദ്രനായ പാവപ്പെട്ട മനുഷ്യനാണ്. പക്ഷെ ലേവി കുടുംബത്തിലുള്ളത്. അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, ഒന്നും ഭയപ്പെടണ്ട, എൻ്റെ വീട്ടിലോട്ട് ഇത് കൊണ്ട് വെച്ചേക്കാൻ പറഞ്ഞു. ഇതെന്റെ വീട്ടിനകത്തോട്ട് കയറ്റി വെച്ചാരാ? പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒബേദേദോമിന്റെ ഭവനത്തിനകത്തോട്ട് ഈ പെട്ടകം കൊണ്ടുവന്ന് വെച്ചു. ചെറിയ വീടാ. അതൊക്കെ കൊണ്ടുവന്നൊന്ന് കഴുകി വൃത്തിയാക്കി വൈറ്റ് വാഷും ഒക്കെ ചെയ്ത്, ഞാൻ എൻ്റെ സ്വത്രം ബുദ്ധിക്കകത്ത് അങ്ങ് പറയുക, പെട്ടകം കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ആ വീട്ടിൻ്റെ അകത്തോട്ട് കയറുമ്പം ചെരുപ്പൊക്കെ ഊരി പിള്ളേരൊക്കെ പറയും, മിണ്ടരുത്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതാ, കർത്താവ് അധിവസിക്കുന്ന പെട്ടകമാ. ഈ വീട്ടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, നേരെ ജോവിനെ ദൈവത്തെ ആരാധിച്ച് മുമ്പോട്ട് പോയാൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അതങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പം സംഭവം അങ്ങ് മാറി. ഈ മനുഷ്യനും ഈ മനുഷ്യന്റെ കുടുംബവും അവനുള്ള സകലവും 2 ശമൂവേൽ 6-ാം അധ്യായത്തിന്റെ 11-12 വാക്യം വായിക്കുമ്പോൾ അതിനകത്തുണ്ട്, യഹോവയായ ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ചെറുക്കൻ മുട്ട മേടിച്ച് സ്കൂളിൽ പോയത് എത്ര ഉണ്ടടാ? 100-ൽ എത്ര ഉണ്ട്? അത് 4 ഉണ്ട്, 5 ഉണ്ട്. പക്ഷെ ഈ പെട്ടകം വന്ന് കയറിയതിന് ശേഷം അവന്റെ ബുദ്ധി അങ്ങ് മാറി. 3 കാര്യമാണ് അനുഗ്രഹിക്കപ്പെട്ടത്. അവൻ അനുഗ്രഹിക്കപ്പെട്ടു, അവന്റെ കുടുംബം, അവന്റെ ഭാര്യ, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. അടുത്തത് അവനുള്ള സകലവും. ഇത് വ്യക്തമായിട്ടും ബൈബിളിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. സകലം എന്ന് പറഞ്ഞാൽ അവന്റെ കഴുത. ഹല്ലേലൂയ. ഒന്ന് വലിഞ്ഞിരുന്ന കഴുത വേണ്ട നല്ല തടിച്ചു കൊഴുത്തിരിക്കുന്നു. അവന്റെ വയലിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യാന്നറിയാവോ? സ്വത്രം ഭയങ്കര കൊയ്ത്ത്. സ്വത്രം ഇങ്ങോട്ട്, എടാ ഇത് ആരുടെ വയലാ? ഇത്രയും ഹാർവസ്റ്റ് കിട്ടാൻ, ഇത്രയും കൊയ്ത്ത് കിട്ടാൻ ആരുടെ? ഇത് അറിയത്തില്ലേ? ഒബേദ് ഏദോമിന്റെ വീടാ.
എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ നന്മ വേണമെന്നൊക്കെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇത് ഇന്നിവിടെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല. ഈ നിയമപ്പെട്ടകം നിന്റെ കൂടെ വരും. ഈ നിയമപ്പെട്ടകം നിന്റെ കൂടെ ഇരിക്കും. ദരിദ്രനായ ഒബേദോമ് അവന്റെ ഭാര്യയൊക്കെ അരിവാള് പോലെ ഇരിക്കുന്ന സമയത്ത് പെട്ടകം വന്ന് കയറിയത് ആളൊക്കെ അങ്ങ് മാറി. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം പെട്ടെന്നല്ലേ നല്ല ഒത്ത മാർഗ കിട്ടുന്നേ. വയലിന്റെ അകത്ത് ഭയങ്കര കൊയ്ത്ത്, മൃഗങ്ങളുടെ സമ്പത്ത് അങ്ങ് മാറി. ദൈവത്തിനൊരുത്തനെ അനുഗ്രഹിക്കാൻ 30 വർഷം വേണ്ട, 3 വർഷം വേണ്ട, വെറും 3 മാസം കൊണ്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കാൻ കഴിവുള്ള ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്ഥിതി അങ്ങ് മാറി. ഇനി ഞാനൊരു പെന്തക്കോസ്തുകാരനായതുകൊണ്ട് പറയാം, ദൈവസാന്നിധ്യമല്ലേ വീട്ടിന്റെ അകത്തിരിക്കുന്നത്. വീട്ടിന്റെ അകത്തോട്ട് വരുന്ന രോഗികളങ്ങ് സൗഖ്യമാകുക, അവിടെ വലിയ ഉണർവങ്ങ് നടക്കുക, അവിടെ വലിയ ദൈവപ്രവൃത്തി അങ്ങ് വെളിപ്പെടുക. ദൈവസാന്നിധ്യം എവിടെങ്കിലും വെറുതെ ഇരിക്കുവോ? ദൈവസാന്നിധ്യം ചലിച്ചുകൊണ്ടിരിക്കും. യഹോവയുടെ പെട്ടകം. എത്ര പേർക്ക് സന്തോഷമുണ്ട് ദൈവത്തെ സ്തുതിക്കാൻ? ഹല്ലേലൂയ. പെട്ടകം അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് സ്വതന്ത്രം ദാവീദിന് ഇതിനെ കുറിച്ച് അറിവ് കിട്ടി. നിനക്ക് കിട്ടിയ അനുഗ്രഹം പുറത്തറിയും. ദേശമറിയും, രാജ്യമറിയും, രാജാവറിയും. ഹല്ലേലൂയ. ഇതാർക്കും ഒതുക്കി വെക്കാൻ പറ്റുന്നതൊന്നുമല്ല. വാസ്തവത്തിൽ തമ്പുരാൻ നിന്നെ അനുഗ്രഹിച്ചാൽ നീ ആള് മാറും, നിന്റെ കുടുംബം മാറും, നിന്റെ വേഷം മാറും, നിന്റെ ജീവിതം മാറും. എത്ര മാസം ഇരുന്നു ഒബേദ് ഏദോമിന്റെ ഭവനത്തിൽ? എത്ര മാസം ഇരുന്നു? 90 ദിവസം ഇരുന്നു. ഇന്നു മുതൽ നീ എണ്ണിക്കോ. നീ വചനം ഏറ്റെടുക്കുന്നെങ്കിൽ 90 ദിവസം കൊണ്ട് നിന്റെ സ്ഥിതി ദൈവം മാറ്റാൻ പോവുക. പരിശുദ്ധാത്മാവി ഞാൻ ദൂത് പറയുന്നു, വിത്തിൻ 90 days നിന്റെ സഭയുടെ സ്ഥിതി മാറും, നിന്റെ ഭവനത്തിന്റെ സ്ഥിതി മാറും, നിന്റെ തലമുറയുടെ സ്ഥിതി മാറും, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറും, നിന്റെ സ്ഥിതി മാറും. ദൈവം നിന്നെ അനുഗ്രഹിച്ച ഇന്ന് ദൈവാത്മാവ് പറയുക, ദേവാലയം തുറന്നു, യഹോവയുടെ പെട്ടകം പ്രത്യക്ഷമായി. ഇന്ന് ആ ദൈവ സാന്നിധ്യം നിന്റെ കൂടെ പോരും, നിന്റെ കൂടെ ഇരിക്കും, നിന്നെ ദൈവം നടത്തും. സന്തോഷത്തോടെ കരമടിച്ച് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടോ. മാറ്റങ്ങൾ വരാൻ പോവുക. ഹല്ലേലൂയ. 2-3 ദിവസം കഴിയുമ്പോൾ അടുത്ത മാസത്തിന്റെ ആരംഭം. ഈ ആഴ്ചയിൽ തന്നെ മെയ് മാസം തുടങ്ങും. മെയ് കഴിഞ്ഞാൽ ജൂണ്, ജൂണ് കഴിഞ്ഞാൽ ജൂലൈ. ദൈവാത്മാവ് പറയുന്നു, നിന്റെ സ്ഥിതി ദൈവം മാറ്റും, നിന്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം തരും. ഇന്ന് ദേവാലയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പെട്ടകം ഇറങ്ങുക, യഹോവയുടെ സാന്നിധ്യം ഇറങ്ങുക, ദൈവത്തിന്റെ കൃപ ഇറങ്ങുക. അതരങ്ങൾ തുറന്ന് അന്യഭാഷയിൽ അല്പസമയം ദൈവത്തിന്റെ മഹത്വം കൊടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ അഭിഷേകം. നിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവം. ദരിദ്രനായ ഒബേദേദോമിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റിയ ദൈവം. ഹല്ലേലൂയ. ദാവീദിന് ഇതിനെക്കുറിച്ച് ഈ ദരിദ്രനായ ഈ ഒബേദേദോമിന്റെ സ്ഥിതി മാറിയത് ദേശവും രാജ്യവും രാജാവും അറിഞ്ഞപ്പോൾ ദാവീദ് വെറുതെ ഇരിക്കുവോ? ഇത് വല്ലതും ദാവീദ് ഇത് വലിയ ശാപമാണെന്ന് വെച്ച വല്ലവന്റെ വീട്ടിലോട്ട് കയറ്റി വെച്ചതല്ലേ? എല്ലാവരുടെയും വീട് അടഞ്ഞപ്പോൾ ഹല്ലേലൂയ എന്തും വരട്ടെന്ന് പറഞ്ഞുകൊണ്ട് 2 കൈ കൊണ്ട് സ്വീകരിച്ച പെട്ടകം ഒബേദേദോമിന്റെ ഭവനത്തിൽ കയറ്റി വെച്ചു. വീടിനകത്തോട്ട് നോക്കാമെങ്കിൽ ചെരുപ്പുമൊക്കെ ഊരി വെച്ച് ദൈവത്തെ വണങ്ങി,
ദൈവസാന്നിധ്യത്തിനോട് വിശ്വതരം വീട്ടിൻ്റെ അകത്ത് നടക്കും. കുഞ്ഞുങ്ങൾ ഉറച്ച് സംസാരിക്കുമ്പം പെതുക്കെ സംസാരിക്കാൻ പറയും. കാര്യം ദൈവസാന്നിധ്യമുണ്ട്. കൈ കൊടുത്ത് പറഞ്ഞേ, ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. ദൈവത്തെ മാനിക്കുന്നവനെ. ആ അധ്യായത്തിൽ തന്നെയുണ്ട്. അബീനാദാബിന്റെ വീട്ടിൻ്റെ അകത്ത് ഹല്ലേലൂയ 20 വർഷം ഇരുന്നു. നീ 20 അല്ല 200 വർഷം പെന്തക്കോസ്തുകാരനായാലും ദൈവത്തെ മാനിക്കുന്നവനാണെങ്കിൽ ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ. അവിടെ നിന്ന് സ്വത്രം പെട്ടകം ഇറങ്ങിയതിന്റെ കൂട്ടത്തിൽ അകത്തോട്ട് മൂത്ത മകൻ ഉസായിയുടെ ശവപ്പെട്ടി അകത്തോട്ട് കയറി. ഞാൻ പറയട്ടെ, ദൈവത്തെ മാനിക്കാൻ ഇറങ്ങിയതാണെങ്കിൽ എന്തും ഏത് രീതിയിൽ സംഭവിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവി ഞാൻ പറയുക ഹല്ലേലൂയ, ഉറപ്പ് ഉറപ്പ് ഉറപ്പ്, 100% ഗ്യാരണ്ടി, നിന്റെ കുടുംബത്തെ ദൈവം മാനിച്ചിരിക്കും. രാജാ റബല ഹംദ റിബലെ റിഗജെ അഖല ജഗദല ബൗഡ റബല വലംദ. ഒബേദെദോമിന്റെ ഭവനത്തിന്റെ അകത്ത് വാതിക്കൽ വന്ന് ദാവീദ് മുട്ടി. ഇവിടെ കുറെ മാസങ്ങൾ ഇത് അകത്ത് ഈ ദൈവസാന്നിധ്യമുള്ള പെട്ടകം വന്നിരുന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതാ. നിങ്ങളുടെ വീട്ടിൽ കയറ്റി വെച്ചതാന്ന് കൂട്ടിക്കൂ. രാജാവ് വന്ന് ചോദിച്ചാൽ നീ കൊടുക്കൂ. തലയില്ലെങ്കിൽ കാണാനൊരു ഭംഗിയില്ല, അതുകൊണ്ട് കൊടുക്കൂ, അത്രയേ ഉള്ളൂ. ദാവീദ് വന്ന് ചോദിച്ചു, ഒബേദെദോമേ, ആ പെട്ടകം ഞാനങ്ങ് കൊണ്ടുപോവുക. അയ്യോ, ഞാൻ തരത്തില്ല. ബൈബിളിൽ അങ്ങനെ ഇല്ല കേട്ടോ. ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 26 വായിക്കുമ്പം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ വായിച്ചു, ഞാൻ തരത്തില്ല, ഞാൻ തരത്തില്ല, ഞാൻ തരത്തില്ല. എന്താ കാര്യം എന്തോ? അത് പെട്ടകം വരുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഞാനും അങ്ങ് വരും. ഈ പെട്ടകം ഇരിക്കുന്നിടത്തേ ഞാനുള്ളൂ. കൈ കൊടുത്ത് പറഞ്ഞേ, ദൈവസാന്നിധ്യം വിട്ടുകളയെന്ന് പറഞ്ഞാട്ടോ. ദൈവസാന്നിധ്യം നിന്നെ വളർത്തുന്നത്, ദൈവസാന്നിധ്യം നിന്നെ അനുഗ്രഹിക്കുന്നത്, ദൈവസാന്നിധ്യം നിന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നത്, ദൈവസാന്നിധ്യം എന്ത് നഷ്ടപ്പെട്ടാലും ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. അന്നേരം ഒബേദോമിന്റെ അടുക്ക പറഞ്ഞു, ഒബേദോമിന്റെ കുടുംബത്തിലുള്ള 70 പേരെയാ ആലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി എടുത്തത്. ഒബേദെദോമോ കാവൽക്കാരനായിട്ട്, ആലയത്തിന്റെ കാവൽക്കാരനായിട്ട്. ഇതെല്ലാം ബാക്കിയുള്ളതാ. സഹോദരൻ, നിങ്ങൾ ബൈബിളിൻ്റെ അകത്ത് വായിച്ചോ, അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒബേദെദോം ആരായിരുന്നു? സഹോദരൻ, ഹല്ലേലൂയ, യഹോവയുടെ ആലയത്തിന്റെ ആരായിരുന്നു? കാവൽക്കാരനായിരുന്നു, വാതിൽ കാവൽക്കാരനായിരുന്നു. എടാ, വല്ലോടത്തും പോയി നീ രാജാവായിട്ട് ഇരിക്കുന്നതിനേക്കാളും നല്ലത് ആലയത്തിന്റെ അകത്ത് വാതിൽ കാവൽക്കാരനായിട്ടിരിക്കുന്നു, പെട്ടകത്തിന്റെ മുമ്പിൽ ഇരിക്കുക. ഹല്ലേലൂയ. ദാവീദ് ശരിക്കും വായിച്ചു നോക്കി പഠിച്ചിട്ടൊക്കെയാ വന്നത്. മോശയുടെ കാലത്ത് ഈ പെട്ടകം ആരാ എടുത്തോണ്ട് പോകുന്നത്? പുരോഹിതന്മാരെടുത്തോണ്ട് പോകുന്നത്. ആദ്യം വന്നത് 3000 ബിരുദന്മാരായിരുന്നു. ബിരുദന്മാരെ കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. ഹല്ലേലൂയ. ബിരുദന്മാരല്ല വേണ്ടത്, വിശുദ്ധന്മാരാ വേണ്ടത്. എന്താ ഞാൻ പറഞ്ഞേ? കൈ കൊടുത്ത് പറഞ്ഞേ, ബിരുദന്മാരല്ല വേണ്ടത്, വിശുദ്ധന്മാരാ വേണ്ടത്. കൈ കൊടുത്ത് 10 വട്ടം പറഞ്ഞാട്ട് ഹല്ലേലൂയ, ആമീൻ. ബിരുദന്മാരെ കൊണ്ട് കാര്യം നടക്കത്തില്ല. ഹല്ലേലൂയ. വിശുദ്ധനാണോ? നിന്റെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങും. നിന്റെ തോളത്തെ യഹോവ ഇവിടെ പെട്ടകമിറങ്ങും. ഹല്ലേലൂയ. സന്തോഷത്തോടെ കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടോ. ഹല്ലേലൂയ. മാനുവലെ പറഞ്ഞത് ശരിയല്ലയോ? ഹല്ലേലൂയ, ആമേൻ. ദൈവ സാന്നിധ്യം തോളത്ത് വഹിക്കാൻ തയ്യാറാണോ? നിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങും. ദാവീദ് വന്നു.
കാളവണ്ടിയും കൊണ്ടല്ല വന്നേ, ബിരുദന്മാരെയും കൊണ്ടല്ല വന്നത്. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ 2 ശമൂവേൽ 6-ാം അധ്യായത്തിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. വന്നു, പെട്ടകത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി. അതിന് 2 തണ്ട ഉള്ളത്. പെട്ടകത്തിന് മുമ്പിൽ എന്ത് ചെയ്തു? മുട്ടുകുത്തി. എന്നിട്ട് ഇതെടുത്ത് തോളത്തോട്ട് വെച്ചു. എവിടെ കയറി? തോളത്ത് കയറി. 4 പേര് സ്വത്രം. ആ 2 തണ്ട, പുറകിലും മുമ്പിലും 2 പുരോഹിതന്മാർ, ഇടത്തും വലത്തും 4 പുരോഹിതന്മാർ. തോളത്ത്. ദൈവ സാന്നിധ്യം കാളവണ്ടിയല്ല വരുന്നത്, നീ തോളത്ത് പൊക്കിക്കൊണ്ട് വരണം. ദൈവത്തിന്റെ കൃപ ഇന്ന് ഒരഭിഷേകം ഇവിടെ വ്യാപരിക്കും. ദൈവത്തിന്റെ കൃപ ഇവിടെ പകരും. രാജ റബല ഹംദ രഗജെ അത്തല ജഗദല ബൗഡ റബല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധാരണമായ ദൈവത്തിന്റെ കൃപ നിന്റെ തോളത്തിറങ്ങും, നിന്റെ മേലിറങ്ങും, നിന്റെ ഭവനത്തിലിറങ്ങും. ദൈവിക അഭിഷേകം. ദൈവ സാന്നിധ്യം ഇന്ന് തോളത്ത് വഹിച്ചു കൊണ്ടുവന്ന് ദൈവമക്കൾക്കായി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഈ സഭയ്ക്കകത്ത് ബിരുദന്മാരെ കൊണ്ട് യാതൊരു സ്ഥാനമില്ല. പക്ഷെ വിശുദ്ധന്മാരുണ്ടെങ്കിൽ അവരുടെ തോളത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നിറങ്ങും. നിന്റെ ഒറ്റ സ്തോത്രത്തിന്റെ അകത്ത്, നിന്റെ ഒറ്റ പാട്ടിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. യാക്കോബ് പറഞ്ഞതുപോലെ ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു പ്രയാസത്തിലായിരുന്നപ്പോൾ, നിങ്ങളൊരു വേദനയിലായിരുന്നപ്പോൾ, നിങ്ങൾ രോഗത്തിലായിരുന്നപ്പോൾ, നിങ്ങളൊരു കടത്തിലായിരുന്നപ്പോൾ ഈ ആലയത്തിന്റെ അകത്ത് വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഒരു പ്രാവശ്യമെങ്കിലും മറുപടി കിട്ടിയെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാട്ടോ. ഹല്ലേലൂയ. ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച കാര്യമല്ല പറഞ്ഞത്. ഈ ആലയത്തിന്റെ അകത്ത് യാക്കോബിന്റെ സ്തോത്രം, യാക്കോബ് പറഞ്ഞു, എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേട്ട സ്ഥലം. നീ അതൊന്നും മറക്കരുത്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ അകത്ത് പറയുക, എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേട്ട സ്ഥലം. നിനക്കിപ്പോ സമൃദ്ധിയായിരിക്കാം, നിനക്കിപ്പോ ഒന്നിന്റെ കുറവില്ലായിരിക്കാം. നീ വേദനയുടെയും ഭാരത്തിന്റെയും വിലാപത്തിന്റെയും നടുവിൽ ദുഃഖത്തോടെ ഇവിടെ വന്ന് നിനക്കൊരു പ്രാർത്ഥനയുടെ മറുപടി തന്നെങ്കിൽ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയം, യഹോവയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. എന്തിനും കൈ ഉയർത്തുന്നവരുടെയൊക്കെയുള്ള ദൂതല്ലത്. വാസ്തവമായും ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുക, ഒരു പ്രയാസത്തിൻ്റെയും ഒരു ബുദ്ധിമുട്ടിൻ്റെയും എൻ്റെ കഷ്ടകാലത്ത് ഞാനിവിടെ വന്നു, ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് കൈ ഉയർത്തിയാട്ടെ. അങ്ങനെയുള്ളവരൊന്ന് എഴുന്നേറ്റ് തന്നെ, പിശാചൊന്ന് കാണട്ടെ, ഒന്ന് എഴുന്നേറ്റ് തന്നെ. ഇതാണ് ആലയത്തിന്റെ തെളിവാണിത്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യമുള്ള ആലയം, കഷ്ടകാലത്തിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഇന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് വീണ്ടും ദൈവം അത്ഭുതം ചെയ്യാൻ പോവാ. നീ ഒരു വേദനയിലും ഭാരത്തിലും രോഗത്തിലുമായിരുന്നപ്പോൾ അനേകരുടെ കണ്ണുനീരിവിട സ്ഥലമാ, അനേകരുടെ പ്രാർത്ഥന കേട്ട സ്ഥലമാ, കഷ്ടകാലത്തിന്റെ പ്രാർത്ഥന കേട്ട സ്ഥലം. ഒരു 2 മിനിറ്റ് കൈ ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 120 സെക്കൻഡ്. ഹല്ലേലൂയ. അനുഭവമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. വീണ്ടും നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗം ഭൂമിയുമായി ഘടിപ്പിക്കുന്ന ഒരു കോവേട് ഇറങ്ങി വരുന്നു. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് കയറി ചെല്ലാൻ വാ തുറന്നു. 2 മിനിറ്റ് നീ പ്രാർത്ഥിച്ചോ യേശുവിന്റെ നാമത്തിൽ. മൗനമായിരിക്കുന്നവരും മൗനമായി പോകും. വാ തുറന്ന് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥനയുടെ മറുപടിയുമായി പോകും. ശരിക്കും വാ തുറന്ന് നിലവിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ.
അനേകരുടെ പ്രാർത്ഥനകൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് പോലെ സ്വർഗം നിന്റെ പ്രാർത്ഥന ദൂതന്മാർ എഴുതിയെടുക്കുക. നിന്റെ പ്രാർത്ഥന എഴുതിയെടുക്കുക. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുണ്ട്. കഷ്ടകാലത്തിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ആലയം തുറന്നു. ആലയം നിനക്ക് വേണ്ടി തുറന്നു. സ്വർഗം നിനക്ക് വേണ്ടി തുറന്നു. യഹോവയുടെ പെട്ടകം പ്രത്യക്ഷമായി. നൂറുകണക്കിന് ആയിരക്കണക്കിന് സാക്ഷ്യത്തിന് നടുവിൽ വെച്ചുകൊണ്ട് ദൈവാത്മാവി ഞാൻ പറയുക, ഇന്ന് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ ദിവസമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശരിക്കും പ്രാർത്ഥിച്ചോ. Hallelujah, 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 hallelujah. ഞാൻ 1 മിനിറ്റ് കൂടെ നീട്ടുക. 1 മിനിറ്റ് നിന്റെ ഏതെങ്കിലും ഒരു ആവശ്യമായിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ഒരു പാസ്റ്ററും ഇടനിലക്കാരനല്ല. സ്വർഗം തുറന്ന് നിന്റെ പ്രാർത്ഥന ഡയറക്റ്റ്. കൈകൊടുത്ത് പറഞ്ഞേ, ഇവിടെ ഒരു ഗോവേണി ഉണ്ടെന്ന് പറഞ്ഞാട്ടോ. സ്വർഗം ഭൂമിയുമായി ഘടിപ്പിക്കുന്ന ഒരു ഗോവേണി. ദൈവത്തിന്റെ ആലയത്തിൽ ഒരു ഗോവേണിയുണ്ട്. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെയുണ്ട്. ഈ എല്ലാവരും പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയങ്കരം! ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. ഈ ഖത്തർ ദിവസത്തിൽ നീ പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ട് രാജാ റബല ശംദ രഗജെ അദ്ദല ജഗദല ബൗഡ റബല ശംബ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നീ കരങ്ങൾ ഉയർത്തി സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയ ശക്തിയോടെ കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കരങ്ങൾ വീശി കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ. ഒരിക്കൽ കൂടെ കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ. പ്രാർത്ഥനയ്ക്കുത്തരം ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം യേശുവേ, സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ. ദൈവം നിനക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറക്കുക. സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ കരങ്ങൾ വീശി കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന,
ഇന്ന് ഈ ഹോളിന്റെ അകത്ത് വന്നവരാരും വെറും ഇവിടെ മടങ്ങി പോകത്തില്ല. ദൈവം നിന്റെ പ്രാർത്ഥന ഇവിടെ മറുപടി ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന്, സ്വർഗത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്ന്. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കർത്താവ് തന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരിന്റെ അകത്തുണ്ട്? കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. എല്ലാവരും ദൈവസ്ഥലം തരുന്നുണ്ട്. സ്വർഗത്തിൽ ദേവാലയം എന്ത് ചെയ്തു? തുറന്നു. ഭൂമിയിലെ ദേവാലയമല്ല കേട്ടോ, സ്വർഗത്തിലെ ദേവാലയം തുറന്നു. ഈ ദേവാലയം എന്തിനാ? ഒന്ന്, പ്രാർത്ഥിക്കാൻ. എൻ്റെ ആലയം പ്രാർത്ഥനാലയം. രണ്ട്, ആരാധിക്കാനാ. എവിടൊക്കെ ആരാധന വെളിപ്പെടുന്നു അവിടൊക്കെ ദൈവത്തിന്റെ കൃപയുറങ്ങും. എവിടൊക്കെ ആരൊക്കെ ആ ദൈവത്തെ ആരാധിക്കുന്നു അവനെയൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഹാബേൽ ദൈവത്തെ ആരാധിച്ചു, ദൈവം അവനെ അനുഗ്രഹിച്ചു. അവന്റെ യാഗപീഠത്തിൽ ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. ഹല്ലേലൂയ. അവന്റെ യാഗപീഠത്തിൽ ദൈവം പ്രസാദിച്ചെന്ന് മാത്രമല്ല, ദൈവം അവന് സാക്ഷ്യം കൊടുത്തു. എന്ന് നീ ആരാധിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുക. ഇന്ന് ആരാധിക്കാൻ കടന്നു വന്ന ദൈവം ഇതിലെ ആരാധന ഒരു ചെറിയ കാര്യമല്ല. നീ ആത്മാവിലും സത്യത്തിലും എപ്പോൾ ആരാധിക്കാൻ തുടങ്ങുന്നോ ആ സമയം നിന്റെ ജീവിതം മാറും, നിന്റെ ഭവനത്തിന്റെ അവസ്ഥകൾ മാറും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആമീൻ. ഹാബേൽ കഴിഞ്ഞ് രണ്ടാമതെ ആരാധിച്ചത് നോഹയാ. സ്തോത്രം. 7 മാസം 17-ാം തീയതി, 7-ാം മാസം 17-ാം തീയതി നോഹയുടെ പെട്ടകം അരാരത്ത് പർവ്വതത്തിന്റെ അകത്ത് ഉറച്ചു. ഹല്ലേലൂയ. 140 ദിവസം ഇടവിടാതെ മഴ 40 ദിവസം രാവും പകലും മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 140 ദിവസം വെള്ളം കുറയാതെ നിന്നു. വെള്ളമെല്ലാം കുറഞ്ഞ് 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഒഴുകി നടന്ന പെട്ടകത്തെ തമ്പുരാൻ ഉയർന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ഉറച്ചു. ഏതെങ്കിലും ഒഴുകി നടക്കുന്ന കുടുംബമുണ്ടെങ്കിൽ ദൈവാത്മാവി ഞാൻ പറയുക, ലക്ഷ്യമില്ല, കിഴക്കേതാ പടിഞ്ഞാറേതാ തെക്കേതാ വടക്കേതാ അറിയാൻ വയ്യെങ്കിലും നിന്നെ ദൈവം ഉറപ്പിക്കും. എവിടെ ഉറപ്പിക്കും? ആ ഉയർന്ന ഹൈ പ്ലേസിൽ, ഉയർന്ന സ്ഥലത്ത് നിന്നെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പെട്ടകത്തിന്റെ മേൽപ്പുര പൊളിച്ച് നോഹയും 3 പുത്രന്മാരും ഭാര്യയും പുറത്തിറങ്ങി. ആദ്യം ചെയ്തത് സ്വത്രം ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ അകത്തുണ്ട്, ഒരു യാഗപീഠം പണിതു. പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി എന്തെല്ലാം ചെയ്യാമായിരുന്നു? വീട് പണിയാൻ തുടങ്ങാം, എന്തെല്ലാം കാര്യം ചെയ്യാൻ തുടങ്ങാം. പക്ഷേ നോഹ ആദ്യം ചെയ്തത് ഒരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യണം. ഹല്ലേലൂയ. ഒന്നും കൂടെ ഞാൻ പറയാം, ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യണം. കൈ കൊടുത്തെന്ന് പറഞ്ഞാട്ട് ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യണം. ഹല്ലേലൂയ. പെട്ടകത്തിന്റെ അകത്ത് വിശുദ്ധമായ മൃഗത്തെയും പക്ഷികളെയും എടുത്ത് നോഹ യാഗപീഠത്തിന്റെ മേൽ വെച്ച് കർത്താവിനൊരു സൗരഭ്യവാസനമാകുന്ന ഒരു ആരാധന അങ്ങ് കഴിച്ചു. ഹല്ലേലൂയ. അതിനകത്ത് എഴുതിയിരിക്കുന്നു, സ്തോത്രം, ഇത് പുക കൊണ്ട് കത്തി, ഇതിന്റെ മേധസ് കത്തുമ്പോൾ സ്തോത്രം ഒരു ദുർഗന്ധവും വരുന്നത്. പക്ഷെ കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, അവൻ ആരാധിച്ചവന്റെ സൗരഭ്യവാസന മണത്തപ്പോൾ. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് പറഞ്ഞു, ഇനി ഞാൻ മനുഷ്യന്റെ നിമിത്തം ഭൂമിയെ ശപിക്കത്തില്ല. ദൈവാസ ശാപം മാറാൻ എന്തോ ചെയ്യണം? ശരിക്കും ആരാധിക്കണം. നോഹയുടെ കുടുംബത്തിന്റെ കെട്ടുപൊട്ടിയത് അവൻ ദൈവത്തെ ആരാധിച്ചപ്പോഴാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ദൈവത്തിന്റെ വചനം? ദൈവം ഇറങ്ങി വന്ന് നോഹയും കുടുംബത്തെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. ഇന്ന് ആരാധിക്കാൻ ദൈവത്തിന്റെ സന്നിധി വന്നാൽ തീർച്ചയായിട്ടും നീ അനുഗ്രഹിക്കപ്പെട്ടേ പോകത്തുള്ളൂ. ദൈവ സാന്നിധ്യത്തിൽ വെറുതെ കൈയടിക്കുകയല്ല, ഇതിനകത്ത് കയറി വന്ന് ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും.
അല്പസമയം അതിരങ്ങൾ തുറന്ന് ശക്തിയോടെ അതിരങ്ങൾ എടുത്ത് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട്. റബല ശംഭ രഗജെ അത്തല ബൗഡ റബല ബലംദല ബലബല ബൗഡ രഗ ശക്തിയോടിറങ്ങി പ്രവർത്തിക്കും. തീ കൊണ്ട് ഉത്തരമല്ലുന്നത് അയ്യട്ടോ, അയ്യട്ടോ, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ശംബ രഗജെ അന്തല ബലബല ബൗഡ റബല ബലംദല ബൗഡെ ഹത്തല ജഗദല ബൗഡ റബല ശംബ ഉരാബ റബല ബലംദല ബലബല ബൗഡ ഹത്തല ജഗദല ബൗഡ റബല ശംബ രഗജെ ശബ റബല ബലംദല ബൗഡ റബല ശംബ രഗജെ ഹല്ലേലൂയ. ഒരു ദിവസം യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫിലിസ്ത്യർ ഈ പെട്ടകത്തെ അങ്ങ് പിടിച്ചു. അവരുടെ കയ്യിൽ ഈ യഹോവയുടെ പെട്ടകം കിട്ടി. 1 ശമൂവേൽ 5-ാം അധ്യായത്തിന്റെ അകത്തുണ്ട്. അവര് ചിന്തിച്ചത് ഈ ദൈവത്തെക്കാട്ടിലും വലിയൊരു ദൈവമാണ് ഞങ്ങളുടെ ദാഗോൻ ദൈവം. അതുകൊണ്ട് 1 ശമൂവേൽ 5-ാം അധ്യായത്തിന്റെ അകത്ത് വായിക്കുന്നത് ഈ പെട്ടകം കൊണ്ടുവന്ന് ദാഗോന്റെ ക്ഷേത്രത്തിന്റെ അകത്തോട്ട് കൊണ്ടുവന്ന് വെച്ചു. പിറ്റേന്നാൾ വന്ന് നോക്കിയപ്പോൾ ദാഗോൻ പെട്ടകത്തിന്റെ മുമ്പിൽ കവണ്ണു കിടക്കുന്നുണ്ട്.
എങ്ങനെ കിടക്കുന്നു? അവര് കൊണ്ടുവന്ന് പിടിച്ചു ഇവരെ നിർത്തി. നമ്മുടെ ദൈവം സ്വന്തം നമ്മെ നിർത്തുന്നതാ. നമ്മുടെ ദൈവത്തെ നിർത്താനും നാട്ടാനും പോകേണ്ട കാര്യമില്ല. അവൻ വീഴുന്നവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നവൻ. നമ്മുടെ ദൈവത്തിന് ശക്തിയുണ്ട്. പെട്ടകം കൊണ്ടുവന്ന് ദാഗോന്റെ ക്ഷേത്രത്തിന്റെ അകത്ത് വെച്ചപ്പോൾ ദാഗോൻ അവിടെ കുമ്പിട്ട് കിടക്കുക. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ദൈവ സാന്നിധ്യവുമായിട്ട് നീ കടന്നുപോയാൽ നിന്റെ ഭവനത്തിൽ തല ഉയർത്തിപ്പിടിക്കുന്ന ദാഗോന്റെ ശക്തികൾ, അത് മന്ത്രമോ ആഭിചാരമോ എന്തുമായിക്കോട്ടെ, ശമൂവേൽ 5-ാം അധ്യായത്തിന്റെ അകത്തുണ്ട്. നിങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, പെട്ടകത്തിന്റെ മുമ്പിൽ ദാഗോൻ കമന്നു വീണിരിക്കുക. അവരുടെ പുരോഹിതന്മാരൊക്കെ വന്നേച്ച് അത് കൊണ്ടുവന്ന് നിവരെ നിവർത്തി. ഹല്ലേലൂയ. അടുത്ത ദിവസം വന്നപ്പോൾ ഹല്ലേലൂയ, പെട്ടകത്തിന് മുമ്പിൽ ദാഗോന്റെ തല വിച്ഛേദിച്ച് മാറിക്കിടക്കുന്നു. ദാഗോന്റെ കൈപ്പത്തിയും മുറിഞ്ഞു വേറെ കിടക്കുന്നു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഈ പെട്ടകത്തിന് മുമ്പിൽ ശത്രുവിന്റെ എല്ലാ തന്ത്രവും പൊളിയും. ഹല്ലേലൂയ. ദാഗോന്റെ കൈപ്പത്തി അവിടെ വിച്ഛേദിച്ച് കിടക്കുന്നത്. നിനക്കെതിരെ പണിതുണ്ടാക്കിയ കരങ്ങളുണ്ടല്ലോ, സാത്താന്റെ ഇരുണ്ട കരങ്ങളുണ്ടല്ലോ, പിശാചിന്റെ കറുത്ത കരം നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയും നിന്റെ ആരോഗ്യത്തെ നശിപ്പിച്ച സാത്താനിക കറുത്ത കരമുണ്ടല്ലോ, ദൈവം തകർത്ത് ദൂരെ എറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുമ്പേ ഇട്ട വാക്യം 5-ാമത്തെ വാക്യം തന്നെ നിട്ടാട്ടോ. സ്വത്രം അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ. ദാഗോന്റെ ക്ഷേത്രത്തിൽ സ്വത്രം, അതിന്റെ 4-ാമത്തെ വാക്യം ഇട്ടാട്ടോ. 4-ാമത്തെ വാക്യം ഇട്ടാട്ടോ. ഹല്ലേലൂയ. ദാഗോന്റെ തലയും അവന്റെ കൈപ്പത്തിയും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞുകിടന്നു. നിനക്കെതിരെ ഉണ്ടാക്കിയ തന്ത്രങ്ങളുണ്ടല്ലോ, തന്ത്രം ഇന്ന് കർത്താവ് പൊളിച്ചു ദൂരെ കളയുക. പിശാചിന്റെ തലയെ തകർത്തവൻ ഇവിടെ ഉണ്ട്. തന്ത്രം, ദാഗോന്റെ തല പെട്ടകം പൊളിച്ചടുക്കി. ദൈവാത്മാവി ഞാൻ പറയാം, ദൈവ സാന്നിധ്യത്തിൽ നിന്റെ തലമുറയ്ക്കും നിന്റെ കുടുംബത്തിനും നിന്റെ സഭയ്ക്കും വിരോധമായി പണിതുണ്ടാക്കിയ ദാഗോന്റെ തലയെ തകർക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ദുഷ്ടന്റെ കരങ്ങൾ മുറിഞ്ഞു പോകുന്നു, സാത്താനിക കരങ്ങൾ തകരുന്നു, പൈശാചിക ബന്ധനങ്ങൾ അഴിയുന്നു, ദുഷ്ട പോരുകൾ അഴിയുന്നു. ദാഗോന്റെ ക്ഷേത്രത്തിൽ കയറി അവര് വിചാരിച്ചു അവരുടെ ദാഗോന് ശക്തിയുണ്ട്, ഈ ദൈവത്തെക്കാട്ടിലും ശക്തി ദാഗോനുണ്ട്. പക്ഷെ അടുത്ത ദിവസം നോക്കിയപ്പോൾ കൈ മുറിഞ്ഞു കിടക്കുന്നു, തല മുറിഞ്ഞു കിടക്കുന്നു. ഇന്ന് ദൂത് കേട്ടോ, നിനക്കെതിരെ ഉണ്ടാക്കിയിരിക്കുന്ന ആ തലച്ചോറുണ്ടല്ലോ, ആ തന്ത്രമുണ്ടല്ലോ, ആ ചതിയുണ്ടല്ലോ, കൈ ഉയർത്തി പറ, യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ, യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. ചില ഇരുണ്ട കരം നിന്റെ തലമുറ വിട്ടു പോകുക, നിന്റെ തലമുറയുടെ കുടുംബത്തെ തകർത്ത
ആ സാത്താനിയ കരം യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുക. ഉരവ രവല ശംദ രഗജെ രഗദേ അഥല ജഗദല ബൗഡ റബല ബലംദല ബൗഡ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കൈ ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ട് യേശുവിന്റെ നാമത്തെ സാത്താനിയ തന്ത്രങ്ങൾ, സാത്താനിയ കരങ്ങൾ നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ ഭർത്താവിൽ നിന്ന്, നിന്റെ ഭാര്യയിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന് പൊളിയട്ടെ യേശുവിന്റെ നാമത്തിൽ. പെട്ടകം പ്രത്യക്ഷമായെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കും. ഹല്ലേലൂയ. നമ്മള് പ്രസംഗിച്ചുകൊണ്ടിരുന്ന വാക്യം ഏതായിരുന്നു? ഹല്ലേലൂയ. ദേവാലയം തുറന്നു. അവന്റെ ആലയത്തിൽ അവന്റെ നിയമപ്പെട്ടകം പ്രത്യക്ഷമായി. ഇന്ന് പ്രത്യക്ഷപ്പെട്ടാൽ ഇതൊക്കെ നടക്കും. ഇപ്പോഴും ദൈവം ആ നിയമത്തിൽ നിന്ന് മാറിയിട്ടില്ല. ആ ദൈവ സാന്നിധ്യത്തിൽ ഇതെല്ലാം നടക്കും. ഇന്ന് ശത്രുവിന്റെ കരത്തെ തകർക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒബേദോദോമിന്റെ ഭവനത്തെ അനുഗ്രഹിച്ച ദൈവം നിന്റെ ഭവനത്തിലേക്ക് കയറി വരിക. ഇന്ന് ഈ പെട്ടകം നീ തോളത്ത് വെച്ചുകൊണ്ടേ പോകാം. ഈ ദൈവ സാന്നിധ്യം വഹിച്ചുകൊണ്ട് നിന്റെ ഭവനത്തിലേക്ക് നീ പോകാം. നിന്നെയും നിന്റെ കുടുംബത്തെയും നിനക്കുള്ള സകലത്തെയും അനുഗ്രഹിക്കുന്ന ദൈവം ആലയത്തിൽ നിയമപ്പെട്ടകം പ്രത്യക്ഷമായി. അടുത്തത് വായിക്കുന്നു, മിന്നലും നാദവും ഇടിമുഴക്കം ഭൂകമ്പവും കന്മഴയും ഉണ്ടായി. അതെന്തോ? അത് 12-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാവും. ദൈവസാന്നിധ്യം എവിടെ ഇറങ്ങിയോ പിശാച് ഇളകി മറിയും. ഹല്ലേലൂയ. സാത്താൻ അടി കിട്ടും. 12-ാം അധ്യായത്തിൽ ഇതൊരു ചെറിയ പാരഗ്രാഫ് അല്ലേ? അത് കഴിയുമ്പം 12-ലോട്ട് വരുമ്പോൾ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ നിൽക്കുന്നു. അവളുടെ കാൽക്കൽ ചന്ദ്രനുണ്ട്. അവളുടെ തലയ്ക്ക് ചുറ്റും 12 നക്ഷത്രമുണ്ട്. അതാരാ? ഇസ്രായേലാ. ഇസ്രായേൽ എന്ന് പറയുന്നത് സ്വത്രം ഹല്ലേലൂയ ദൈവവചനം കന്യകയല്ല, സ്ത്രീ എന്ന് എഴുതിയിരിക്കുന്നത്. അത് ഇസ്രായേലാ. ഇസ്രായേൽ സാക്ഷാൽ ഇസ്രായേൽ നീയാ. ഇന്ന് ദൈവാത്മാ നീയാണ് സാക്ഷാൽ ഇസ്രായേൽ. അടുത്തത് വായിക്കുന്നു, 7 കൊമ്പും. ഹല്ലേലൂയ. എത്ര കൊമ്പ്? സ്വത്രം 7 തലയും 10 കൊമ്പുമായിട്ട് വേണ്ട ഒരു ഭീകര ജീവി, ഒരു മഹാസർപ്പം തീ പോലുള്ള കളറിൽ എഴുന്നേറ്റിങ് വരിക. പറയുന്ന കേട്ടോ? കയറി പിടിച്ചോണം. പെട്ടകത്തിനടുത്ത് നിന്നോണം. ദൈവ സാന്നിധ്യത്തിൽ നിന്നോണം. പൈശാചിക പോരാട്ടത്തെ ജയിക്കാൻ ദൈവം നിനക്ക് ബലം തരുന്നത് ദൈവത്തിന്റെ കൃപയോ. ഹല്ലേലൂയ ഹല്ലേലൂയ. 12-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിന്റെ അകത്ത് വായിക്കുന്നു, പിശാചിനെ അല്പകാലമേ ഉള്ളെന്ന് കണക്ക് കൂട്ടി അവൻ മഹാക്രോധത്തോടെ ഇറങ്ങി പ്രവർത്തിക്കുക. 20-25 ഞാൻ പറയാം, കഴിഞ്ഞ കാലത്തിൽ നടന്നതിന്റെ 10 ഇരട്ടി ആത്മഹത്യ ഇപ്പം നടക്കുന്നുണ്ട്. ഞാൻ പറയുന്ന മനസ്സിലാവുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇപ്പം ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് പണ്ടും ഉണ്ടായിരുന്നു ജനറേഷൻ, പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ വ്യത്യസ്തമായ ജനറേഷനാണ്. അവരുടെ കയ്യിൽ MDMA പോലത്തെ പല മയക്കുമരുന്നുകൾ ഇരിപ്പുണ്ട്. കൊലപാതകം പണ്ടൊന്ന് നടക്കുന്നെങ്കിൽ അതിന്റെ 10 ഇരട്ടി ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ആ രോഗം പണ്ടുണ്ടതിന്റെ 10 ഇരട്ടി നടന്നുകൊണ്ടിരിക്കുക. യുദ്ധങ്ങൾ നടക്കുന്നു. എന്താ കാര്യം? അല്പകാലമേ സാത്താൻ ഉള്ളൂ. സാത്താൻ കനിഞ്ഞ് പരിശ്രമിച്ച് നിന്റെ ഭവനത്തിലേക്ക് ഇരച്ചു കയറുമ്പോൾ ആര് നിന്നെ സഹായിക്കും? ആരും നിന്നെ സപ്പോർട്ട് ചെയ്യും? യഹോവയുടെ പെട്ടകം നിനക്ക് വേണ്ടി പ്രത്യക്ഷമായി. ദൈവം നിന്നെ നടത്താൻ ശക്തന. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പോൾ സ്വർഗത്തിൽ വലിയൊരു മഹായുദ്ധമുണ്ടായി. ഞാൻ പ്രസംഗിക്കുന്നത് വെളിപ്പാട് പുസ്തകം കേട്ടോ. ഹല്ലേലൂയ. സാത്താനുമായിട്ട് വലിയൊരു
യുദ്ധമുണ്ടായി, പിശാച് തോറ്റുപോയി, മീഖായേലും സൈന്യവും ജയിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, പിശാചിന് 4 പേര്, പഴയ പാമ്പും മഹാസർപ്പവും സാത്താനും പിശാചുമായിരുന്നവനെ സ്വത്രം ഭൂമിയിലേക്ക് തള്ളിയിട്ടു. എവിടെ വന്നു? ഹല്ലേലൂയ. 4 പേരാ കൊടുത്തിരിക്കുന്നത്. 4 പേരെന്താ? പഴയ പാമ്പ്, ഏദൻ തോട്ടത്തിൽ കയറിയ പഴയ പാമ്പ്, മുമ്പേ വായിച്ച മഹാസർപ്പം. പിശാചും സാത്താനെയും എങ്ങോട്ട് തള്ളിയിട്ടു? ഭൂമിയിലേക്ക് തള്ളിയിട്ടു. പക്ഷേ ഇവിടുത്തെ ദൈവസഭയിലെ ദൈവമക്കൾ ഹല്ലേലൂയ രാപകൽ അപവാദം പറയുന്ന സ്വത്രം നമ്മുടെ വിശുദ്ധന്മാരെ, ഭക്തന്മാരെ രാപകൽ അപവാദം പറയുന്ന ഈ പിശാചിനെ തള്ളിയിട്ടുവല്ലോ. അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷി വചനം ഹേതുവായും അവർ അവനെ ജയിച്ചു. ഇന്ന് ദൈവാത്മാവി പറയുകയാണ്, നീ അവനെ ജയിക്കണം. 12-ാമത്തെ വാക്യത്തിനകത്ത് നിനക്കവനെ ജയിക്കാൻ പറ്റും. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷി വചനം ഹേതുവായും അവർ അവനെ, 11-ാമത്തെ വാക്യം, അവർ അവനെ ജയിച്ചു. കൈ കൊടുത്തെന്ന് പറഞ്ഞാട്ട് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നീ അവനെ ജയിക്കണമെന്ന് പറഞ്ഞാട്ടോ, വാതുറന്ന് പറഞ്ഞാട്ടോ. ആരെയാ ജയിക്കുന്നത്? നിന്നെ തോപ്പിച്ചോണ്ടിരിക്കുന്നത്, നിനക്കൊരു വഴി തുറന്നു തരാത്തത്, നിനക്കൊരു വാതിൽ തുറന്ന്, നിന്റെ 99% വിഷയവും ഈ പോരാട്ടമാ. എന്താ ഞാൻ പറഞ്ഞേ? എത്ര ശതമാനം എന്ന് പറഞ്ഞ്? ഒന്നും കൂടെ പറഞ്ഞ്. രോഗമാണോ? ബന്ധനമാണോ? വാതിൽ തുറക്കാത്തതാണോ? മുടിയനായ പുത്രനാണോ? 99 വിഷയവും പിശാച് അടച്ചു വച്ചിരിക്കുന്നതാണ്. 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷി വചനം ഹേതുവായും അവർ അവനെ, കുറച്ച് പറ, ഞാൻ ജയിക്കുമെന്ന് പറ. ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും. നീ തോക്കത്തില്ല, നീ തോക്കത്തില്ല. ഇന്ന് ഈ വർഷം ദൈവം നിനക്ക് ജയം തരുന്ന വർഷമാണ്. സാത്താനെ ജയിക്കുന്ന വർഷമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷത്തോടെ എത്ര പേര് ദൈവവചനം ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് ശത്രുവിനെ ജയിക്കാൻ, ഇന്ന് നിന്നെ തകർത്ത് നിന്നിൽ നിന്ന് നന്മകൾ ഊറ്റിയെടുത്ത് ഒരു വഴിയും തുറക്കാതെ നിന്റെ ജീവിതത്തെ അടച്ചു വച്ചിരിക്കുന്ന പൈശാചിക തലത്തിൽ നിനക്കൊരു ജയം തരുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഇടിമിന്നലും മുഴക്കവും ഇന്ന് ദൈവാത്മാവ് ഇവിടെ ചിലതിനെ ഇളക്കാൻ പോവുക. ഈ ആത്മതലത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ആത്മസാന്നിധ്യം വെളിപ്പെടുമ്പോൾ ശത്രു പരാജയപ്പെടാൻ പോവുക, ദുഷ്ടൻ പരാജയപ്പെടാൻ പോവുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇന്ന് ദൈവാത്മാവ് ഇത് പ്രസംഗിക്കണം എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടും തന്നതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പ്രസംഗിക്കുന്നത്. ഇന്ന് എനിക്ക് നല്ലൊരു കാര്യം ഉറപ്പാണ്, കർത്താവിന്റെ ആലയം ഇവിടെ തുറന്നിരിക്കുക. അവന്റെ ആലയത്തിൽ പെട്ടകം പ്രത്യക്ഷമായി. ഒരു വഴിയിൽ സ്വത്രം നിന്നെ അനുഗ്രഹിക്കും, മറുവഴിയിൽ നിനക്കെതിരെ ഉണ്ടാക്കിയ സകല ആയുധങ്ങളും പരിശുദ്ധാത്മാവ് തകർത്ത് ദൂരെ എറിയും. ആമേൻ. എത്ര പേർക്ക് എന്റെ മേലൊരു അഭിഷേകം വേണമെന്നുണ്ട്? ഞാൻ ഇന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുക. ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ ആ കൈയുടെ മുകളിൽ ഒരു അഭിഷേകം കർത്താവ് പകരും. അതിനുശേഷം നിന്റെ അടുത്തിരിക്കുന്ന ഒരാളുടെ തോളത്തോട്ട് ആ കൈയൊന്ന് വെക്കണം. ഇവിടെ ചിലത് സംഭവിക്കാൻ പോവുക. ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് അല്പസമയത്തേക്ക് പരിശുദ്ധാത്മാവ് ഈ കൈ നിന്റെ കൈ സ്വന്തമായിട്ട് എടുക്കുക. നിന്റെ കയ്യിൽ ഒരു അഭിഷേകത്തിന്റെ പകർച്ച കർത്താവ് പകരാൻ പോവുക. ആ കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ട് നിന്റെ കരത്തിൽ
അഭിഷേകത്തിന്റെ പകർച്ച കർത്താവ് പകരാൻ പോവുക. ഉരാജ രതല ഹന്തേ രിഗജേ രിഗത. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട് കർത്താവേ, ഈ കരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കയ്യിലോട്ട് ഞാൻ കൈമാറുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ കയ്യിൽ ഒരു ടാഞ്ചിബിൾ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യം തൊടുന്ന ഒരു സാന്നിധ്യം നിന്റെ കയ്യിൽ കർത്താവ് പകരും. അഭിഷേകം ഈ കയ്യിൽ ഇറങ്ങും. നീ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകും. നിന്റെ കയ്യിൽ രോഗശാന്തിയുണ്ട്. നിന്റെ കയ്യിൽ ഒരു അത്ഭുത അഭിഷേകം കർത്താവ് പകരാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വാതുറന്ന് ചോദിച്ചാട്ട് അഭിഷേകം നിന്റെ കയ്യിലോട്ട് ഇറങ്ങാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യെസ്, ആ കൈയെടുത്ത് തൊട്ടടുത്തിരിക്കുന്ന ആളുടെ തോളത്തോട്ടൊന്ന് വെച്ച് ഇന്ന് അവരും കൂടെ ആത്മാവിലാകാൻ പോവുക. ഒരു പ്രത്യേക അനോയിന്റിങ് നിന്റെ കരത്തിൽ കൂടെ പാസ് ചെയ്യുക. നിന്റെ കരത്തിൽ കൂടെ ഒരു അഭിഷേകം പകരുക. ഇന്ന് രോഗബന്ധനങ്ങൾ അഴിയുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശക്തിയോടെ വാതുറന്ന് പ്രാർത്ഥിച്ചോ. യെസ്, ദൈവാത്മാവിനെ കാണിക്കുന്നു. ചിലരുടെ കൈ തീ കത്തുന്നത് പോലെ കയ്യിൽ ഒരു അഭിഷേകം പകരുക. ചില ബന്ധനങ്ങൾ ഇതിനകത്ത് അഴിയുക. ചില ഭൂതശക്തികൾ വിട്ടുപോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൈവിട്ട് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താണ്. അന്തലവൗടേ റിബലബലംദലവൗട ഉരാബാരബലബലംദല ജഗദലവൗട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എന്റെ മേൽ കർത്താവിന്റെ പെട്ടകം ഇറങ്ങിയിരിക്കുന്നേ. യോർദാന്റെ മുമ്പിൽ അവര് പകച്ചു നിൽക്കുമ്പോൾ യോശുവ അടുക്കെ പറഞ്ഞു, ദൈവം അടുക്കെ പറഞ്ഞു, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനെ ചവിട്ടുമ്പോൾ യോർദാൻ ചിറ പോലെ നിൽക്കും. എത്ര അടഞ്ഞ വഴിയാണെങ്കിലും നിന്റെ മുമ്പിൽ ആ വഴി തുറക്കപ്പെടും. പെട്ടകം നിന്റെ തോളത്ത് വന്നാൽ ചില വഴി യോർദാനിൽ തുറക്കും. യേശുവിന്റെ നാമത്തിൽ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് യോർദാന്റെ മേൽ വെച്ചപ്പോൾ യോർദാൻ ചിറ പോലെ നിന്നു. യേശുവിന്റെ നാമത്തിൽ അടഞ്ഞ വഴികൾ തമ്പുരാൻ നിന്റെ ജീവിതത്തിന്റെ അകത്ത് തുറക്കും. നിന്റെ കുടുംബത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവത്തിന്റെ സാന്നിധ്യം. അടഞ്ഞ വഴികൾ യോർദാൻ ഐസ് പോലെ ചിറ പോലെ നിന്നു. ഇന്ന് ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുമെന്ന്. എത്ര കരകവിഞ്ഞൊഴുകുന്ന യോർദാനാണെങ്കിലും നിനക്ക് വേണ്ടി ചിറ പോലെ നിർത്താൻ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ മേൽ കാലുവെച്ചപ്പോൾ യോർദാൻ ചിറ പോലെ നിന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ഒന്ന് കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടോ. ഹല്ലേലൂയ. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ എരിഹോ അടച്ചിട്ട വാതിലിന് ചുറ്റും ഹല്ലേലൂയ 13 പ്രാവശ്യം ചുറ്റിയപ്പോൾ പട്ടണം അതിൽ വീണു. ഇന്ന് നിന്റെ തോളത്തിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് വിലയുണ്ട്. ചില അടഞ്ഞ വഴികളെ തുറക്കും. ശരിക്ക് കരമടിച്ച് ദൈവത്തിന് മഹത്വം.